അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ബറക്കത്തുള്ളൊരു ഇസ്മ. ആരെങ്കിലും ഒരാൾ ഈ ഒരു ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തുകൾക്കൊക്കെ, ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു സായിദയാക്കി സിയാദത്ത് കൊടുക്കും, അധികരിപ്പിച്ചു കൊടുക്കും. ഉദാഹരണം പറഞ്ഞാൽ, സമ്പത്തുള്ള ആളുകൾ അവരുടെ സമ്പത്തിൽ അള്ളാഹു വർധന കൊടുക്കും. ജോലിയുള്ള ആളുകൾ ആ ജോലിയിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും, അതായത് വരുമാനത്തിൽ അഭിവൃദ്ധി നൽകും. ചില ആളുകളുണ്ട്, എന്ത് കിട്ടിയാലും തികയാത്തൊരവസ്ഥ. ചിലപ്പോൾ ശമ്പളം ഉണ്ടാവും, നല്ല ശമ്പളം ഉണ്ടാവും, പക്ഷെ മാസാവസാനം ആകുമ്പോഴേക്കും അത് എങ്ങുമെത്താത്ത രൂപത്തിൽ, എങ്ങോട്ട് പോയെന്നറിയാത്ത രൂപത്തിലൊക്കെ സങ്കടം പറയുന്ന എത്രയോ ആളുകളുണ്ട്. അതൊക്കെ പരിഹരിച്ചു കിട്ടാൻ റബ്ബ് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ദായിമായി, അതായത് നിരന്തരം നമുക്കതിൽ സിയാദത്തുണ്ടാകാനും വർധനമുണ്ടാകാനും ഇല്ലായ്മ പരിഹരിച്ച് നമുക്ക് അള്ളാഹു വേണ്ടതൊക്കെ റിസ്കുകളൊക്കെ അടുപ്പിച്ചു തരാനും ഉതകുന്ന മഹത്തായ ഒരു ഇസ്മാണ് ഇന്ന് പറയുന്നത്. പല ആളുകളുടെയും പരാതിയാണ് ദുആ സ്വീകരിക്കുന്നില്ല, ദുആക്ക് ഇജാബത്ത് കിട്ടുന്നില്ല എന്ന്. നമ്മളൊക്കെ ദുആരക്കാറുണ്ട് എപ്പോഴും. എന്ത് ചെയ്യും? അള്ളാഹുവേ എൻ്റെ ഇന്ന കാര്യങ്ങൾ നടത്തി തരണേ അല്ലാ, ഇന്ന വിഷമങ്ങൾ തീർത്തു തരണേ അല്ലാ, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ നീ ഒന്ന് പൂർത്തീകരിച്ച് നൽകണേ അല്ലാ എന്നിങ്ങനെ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ ആ കൂട്ടത്തിലൊരു പരാതിയാണ്, എൻ്റെ ദുആ സ്വീകരിക്കണില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന മാത്രം, എൻ്റെ ദുആ മാത്രം അള്ളാഹു കേൾക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി. വിഷമിക്കണ്ട, ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ എന്ത് ദുആ ചെയ്താലും, എന്ത് റബ്ബിനോട് ചോദിച്ചാലും ആ കാര്യം ഉറപ്പായും നടന്നു കിട്ടാനുള്ള ഒരു എളുപ്പ ട്രിക്ക് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം. ആ ഒരു എളുപ്പ വഴി കൂടെ നമ്മുടെ ദുആയിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആ ദുആയിനെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞത് ലാ യുറദ്ദു എന്ന, തട്ടിക്കളയൂല എന്ന. ഏതാണ് ആ ട്രിക്ക്? ഒന്നൊന്ന് കേട്ടു നോക്കിയാലോ. അള്ളാഹുവുമായിട്ട് അടുപ്പം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഓരോ മുഅ്മിനും ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്, ഇല്ലേ? ദുനിയാവ് മാത്രം കിട്ടിയാൽ പോരല്ലോ, റബ്ബുമായിട്ടൊരു അടുപ്പം വേണ്ടേ? കാരണം അങ്ങനെ അടുപ്പം ഉണ്ടായിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയോ? അയാൾക്ക് പിന്നെ സങ്കടം ഉണ്ടാവില്ല, ജീവിതത്തിൽ സങ്കടപ്പെടേണ്ടി വരൂലെന്നേ. ഇൻഷാ അല്ലാഹ് ഏതാണ് ആ അള്ളാഹുവുമായിട്ട് അടുക്കാനുള്ളൊരു ആ എളുപ്പ വഴിയെന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാം. വീഡിയോ മുഴുവനായി കേൾക്കണം, ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കല്ലേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ, സന്തോഷമല്ലേ? എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആകട്ടെ, അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. പലപ്പോഴും ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് സങ്കടം പറയുന്നവർ, പ്രശ്നപരിഹാരങ്ങൾ തേടുന്നവർ, അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ദിവസം വലിയൊരു സന്തോഷം കേൾക്കാനിടയായത്, ഒരു മകൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു ഉമ്മ കുറച്ച് ദിവസം മുമ്പ് എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ ഒരു പരിഹാരമൊക്കെ ചെയ്തു കൊടുത്തിരുന്നു. അൽഹംദുലില്ലാഹ് ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, അൽഹംദുലില്ലാഹ് എൻ്റെ മോൻ്റെ ജോലി ശരിയായിട്ടുണ്ട് എന്ന്. 2 വർഷക്കാലം വിദേശത്ത് ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിരുന്ന മകൻ, അതായത് ജോലിയൊന്നുമില്ലാതെ ഉള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയൊക്കെ ജീവിച്ചു. അറിയാലോ, പ്രവാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജോലിയില്ലാതെ അവിടെ കഴിയുക എന്നുള്ളത് വലിയ പ്രയാസമാണ്. വലിയ പ്രയാസമല്ല, വലിയ ചിലവുമാണ്. 2 വർഷക്കാലം ജോലിയില്ലാതെ, ജോലിക്ക് വേണ്ടി അന്വേഷിച്ച് ഹൈറായ ജോലി കിട്ടാതെ കഷ്ടപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന് കഴിഞ്ഞ ആഴ്ച അദ്ദേഹത്തിന് പുതിയ ജോലിക്കുള്ള അപ്പോയിൻമെൻറ്റ് കിട്ടി. അൽഹംദുലില്ലാഹ്. അത് കേട്ടപ്പോൾ ഒരു സന്തോഷമായി. എന്നാൽ നമ്മൾ ചെയ്തു കൊടുത്തതിൻ്റെ ഒരു മഹത്തല്ലേ, പവർ പറയല്ല, മറിച്ച് എന്ത് ചെയ്യുക, ഒരാൾക്കൊരു ഹൈറ് കിട്ടിയെന്ന് കേൾക്കുമ്പോൾ, അതിന് നമ്മളൊരു സബബ്, ഒരു കാരണമായി എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ? അത് നിങ്ങൾക്കും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സിലാവുക സന്തോഷത്തിൻ്റെ ആഴത്രാണ്. അപ്പോൾ അതിലൊക്കെ അപ്പുറം എനിക്ക് വലിയൊരു സന്തോഷം തോന്നി. ഒരു ഉമ്മ വിളിച്ചിട്ട്, അതും ഇതുപോലെ തന്നെ ഇന്നലെ വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് ഒരു സന്തോഷം അറിയിച്ചതാണ്. അതായത് 1 വർഷം മുമ്പ് കാണാതെ പോയ തൻ്റെ ഭർത്താവ്, കാണാതെ പോയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്നൊരു വഴക്കുണ്ടാക്കി പിണങ്ങി പോയതാണ് ആൾ ഇറങ്ങിപ്പോയി. പിന്നീട് ഒരു ഫോൺ കോൾ ഇല്ല, ആൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയില്ല, ജീവിച്ചിരിപ്പുണ്ടോ മരണപ്പെട്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥ. അന്വേഷണങ്ങൾ പല വഴിക്ക് നടന്നു, പക്ഷെ ആളെ കിട്ടിയിട്ടില്ല. അൽഹംദുലില്ലാഹ്. അത് അവരും ഈ ഒരു എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം അവസാനമാണെന്ന് തോന്നുന്നു, അതായത് നമ്മുടെ ശവ്വാൽ മാസത്തിൻ്റെ അവസാനം ആണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പരിഹാരം ചോദിച്ചു, ഇങ്ങനെ വിഷയമാണെന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് ചൊല്ലാനും പറഞ്ഞു കൊടുത്തു. അതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ മഹത്തായ ഒരു ഇസ്മ കൊണ്ടുള്ളൊരു അമൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. അൽഹംദുലില്ലാഹ്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ ഉച്ച സമയത്ത്, അതായത് അവർ ളുഹർ നിസ്കരിച്ചിരിക്കുമ്പോൾ ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു എന്ന് ആദ്യം വിളിച്ച് പറഞ്ഞ എന്നെയാണ്. ആ സന്തോഷ വാർത്ത ആദ്യം വിളിച്ചറിയിച്ചത് എന്നെയാണ്. ഒരു പ്രതീക്ഷയില്ലാതെ മരണപ്പെട്ടോ എന്ന് പോലും പേടിച്ചിരുന്ന, അല്ലെങ്കിൽ അങ്ങനെ പോലും പ്രതീക്ഷിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് തിരിച്ചു വന്ന് മുമ്പിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അവർ ചൊല്ലിയ, കാരണം അവർ ആ നിസ്കാരപ്പായിലിരുന്ന് കരഞ്ഞ കരച്ചിലിൻ്റെ ആ ദുആഇൻ്റെ ഫലം കൂടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ അവരുടെ സന്തോഷം വിളിച്ചറിയിക്കുമ്പോൾ പല ആളുകളും വിളിച്ചിട്ട്, ഉസ്താദേ ഞങ്ങളുടെ കാര്യം നടന്നില്ലല്ലോ, എന്താണ് ഒരു പരിഹാരം, എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സങ്കടമാണ് സത്യം പറഞ്ഞാൽ. അതിൻ്റെ കൂട്ടത്തിൽ റബ്ബിനോട് ദുആരക്കാണ്, അള്ളാഹു എത്രയും പെട്ടെന്ന് അവരുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അള്ളാഹ്, നമ്മളെ ചെയ്തു കൊടുത്ത അമാലുകൾക്കൊക്കെ നീ എത്രയും പെട്ടെന്ന് ഫലം നൽകണേ അള്ളാഹ് എന്ന്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു അമൽ പറഞ്ഞുതരാം, ഒരു ഇസ്മ പറയാം. എന്താണ് ആ ഇസ്മിൻ്റെ പ്രത്യേകത എന്നറിയോ? ആരെങ്കിലും ഒരാൾ ഈ ഇസ്മ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്, ഇല്ലേ? ആ അനുഗ്രഹങ്ങളൊക്കെ എന്താണ് സിയാദത്ത് കിട്ടുക, അധികരിച്ച് കിട്ടാം.
ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ സമ്പത്ത്, അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് നമുക്ക് അള്ളാഹു അധികരിപ്പിച്ച് നൽകാം, ഒരുപാട് നൽകാം. അത് നമുക്ക് ചിലപ്പോൾ നമുക്ക് പോലും കണക്കില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിന് അങ്ങനെ എന്ത് ചെയ്യുക, കൊടുത്താലൊന്നും കുറവ് വരില്ല. റബ്ബിൻ്റെ അടുക്കൽ റബ്ബിൻ്റെ ഖജനാവിൽ നിന്ന് കുറയൊന്നുമില്ല. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഭാര്യയിൽ, മക്കളിൽ, മാതാപിതാക്കളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യുക. ഭാര്യയിൽ ബർക്കത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ഭാര്യയൊക്കെ ആകുക എന്നല്ല പറഞ്ഞതിനർത്ഥം, അല്ലേ? ഭർത്താവിൽ അധികം ബർക്കത്തുണ്ടാകുക, സിയാദത്തുണ്ടാകുക എന്ന് പറഞ്ഞാൽ 2 ഭർത്താവ് 3 ഭർത്താവ് അങ്ങനെ ആകുക എന്നല്ല, മറിച്ച് ഉള്ളതിൽ ബർക്കത്ത് കിട്ടുക എന്നർത്ഥം. ചില ഭാര്യമാരുണ്ട്, അവർ മതിയാകും എല്ലാ കാര്യത്തിനും. ആ ഭർത്താവിൻ്റെ വീട്ടിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ ആ ഒരു ഭാര്യ മതിയാകും. അവരെ കൊണ്ട് അള്ളാഹു ബർക്കത്ത് ചെയ്തെടുക്കും ആ കുടുംബത്തിന്. ചില ഭർത്താക്കന്മാരും അങ്ങനെ തന്നെയാണ്. ആ ഭാര്യയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഈ ഭർത്താവ് തന്നെ മതിയാവും, എല്ലാ രൂപത്തിനും പൊരുത്തപ്പെടാൻ പറ്റിയ ഭർത്താവും. അതിന് ബർക്കത്ത് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ചില മക്കളുടെ വിഷയം അത് തന്നെയാണ്. ചില ആളുകൾക്ക് 4, 5 മക്കളൊക്കെ ഉണ്ടാവും, പക്ഷേ ആവശ്യത്തിന് ഉപകരിക്കുന്ന ഒരെണ്ണം പോലും ആ കൂട്ടത്തിൽ ഉണ്ടാവില്ല. അതിന് ബർക്കത്ത് കേടുക എന്ന് പറയാം. മക്കളിൽ ബർക്കത്തില്ലായ്മ അങ്ങനെയാണ്. കുറേ ഉണ്ടാകുക എന്നല്ല, മറിച്ച് ഉള്ളതിൽ ബർക്കത്തുണ്ടാകും. ചില ആളുകൾക്ക് ഒറ്റ കുട്ടിയെ ഉണ്ടാവുള്ളൂ, ഒരു മോനെ ഉണ്ടാവുള്ളൂ. ആ മോൻ മതിയാവും എല്ലാ കാര്യത്തിനും, ആ മോൻ മതിയാവും, എന്താവശ്യത്തിനും ആ മോൻ മതിയാവും. അത്തരത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിലൊക്കെ ബർക്കത്ത് കിട്ടാൻ, നമ്മുടെ സമ്പത്തിൽ, നമ്മുടെ ജോലിയിൽ, അതുപോലെ നമ്മുടെ കച്ചവടങ്ങളിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയ ഏറ്റവും നല്ലൊരു ഇസ്മാണ് അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അൽ ബസീറു എന്ന നാമം. ബസീർ എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച ഉള്ളവൻ എന്നാണ്. കാഴ്ച ഉള്ളവൻ, അല്ലെ, കാണുന്നവൻ, ഉൾക്കാഴ്ച ഉള്ളവൻ. അള്ളാഹു എല്ലാം എന്ത് ചെയ്യുന്നതാണ്? അള്ളാഹു എല്ലാത്തിൻ്റെയും ഉള്ളും പുറവും അറിയുന്നവനാണ്, എല്ലാം കണ്ടറിയുന്നവനാണ്, അല്ലേ? റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന എല്ലാ രഹസ്യങ്ങളും അറിയാം. ആ രഹസ്യത്തെ പടച്ചവനും അള്ളാഹുവാണ്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹിൻ്റെ മുമ്പിൽ ഒന്നും അവ്യക്തമല്ല. അപ്പം റബ്ബാണ് എല്ലാം അറിയുന്നവനായ, കാണുന്നവനായ, ഉൾക്കാഴ്ച ഉള്ളവനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അൽ ബസീറു എന്ന നാമം ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് നൽകിയതിലൊക്കെ സിയാദത്ത് വേണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ആ ജീവിതത്തിൽ നൽകിയതിനൊക്കെ വർധനവുണ്ടാകണം, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർധനവുണ്ടാകണം, ജീവിതത്തിൽ വലിയ ബർക്കത്ത് ലഭിക്കണം, ഉള്ളതുകൊണ്ട് പൊരുത്തപ്പെടാൻ കഴിയണം. ആ രൂപത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ലി 40 യൗമൻ 40 ദിവസം അവർ മുടങ്ങാതെ കൃത്യമായിട്ട് ചൊല്ലിക്കൊള്ളും. ഞാൻ ഈ പറയുന്ന ഈ ഒരു ദിക്ർ 40 ദിവസം തുടർച്ചയായിട്ട് അവർ ചൊല്ലട്ടെ. കുല്ല യൗമിൻ, എല്ലാ ദിവസവും ചൊല്ലണം. യാ ബസീറു എന്ന് എത്ര തവണ ചൊല്ലണം? 1665 തവണ. അത് വലിയൊരു കണക്കല്ലേ? യാ ബസീറു യാ ബസീറു യാ ബസീറു എന്നിങ്ങനെ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാവുന്നതേ ഉള്ളൂ. 1000 തവണ ചൊല്ലുക എന്നുള്ളതൊന്നും ഒരു പ്രശ്നമുള്ള സംഗതിയല്ല. യാ ബസീറു എന്ന ഇസ്മൊന്നും 1000 തവണ ചൊല്ലുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള സംഗതിയില്ല. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ ചൊല്ലിത്തരും. ഇതെന്ന് വെച്ചാൽ നമുക്ക് അതിനു വേണ്ടി മെനക്കിട്ടിരുന്ന് ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഏത് സമയത്തും ചൊല്ലാം, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ ചൊല്ലാൻ പറ്റും. ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ചൊല്ലാം യാ ബസീറു യാ ബസീറു യാ ബസീറു. കൽബിലൊരു നീയത്ത് ഉണ്ടാവണം. ഈ ചൊല്ലുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില സംഗതികളുണ്ട്. എന്ത്? കൽബിൽ നല്ല നീയത്ത് വെച്ചത് അള്ളാഹുവിൻ്റെ ഇസ്മാണ് എന്നുള്ള നീയത്താണ്. അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അസ്മാവാണ് ഞാൻ ചൊല്ലുന്നത്. രണ്ടാമത് വേണം എന്ത്? ഞാൻ ഈ ചൊല്ലുന്നത് കൊണ്ട് എനിക്ക് ഉറപ്പായും ഫലം കിട്ടും എന്നുള്ള നീയത്ത് കൽബിൽ വേണം. അത് കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ചട്ടി, ആ മൈൻഡ് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യാം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇസ്മ കൊണ്ട് ഞാൻ ചോദിച്ചതിൻ്റെ പേരിൽ എനിക്ക് നൽകും എന്നുള്ള ഉറപ്പ്, ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ചെല്ലുമൊക്കെ ഇൻഷാ അല്ലാഹ് ഉറപ്പായും കാര്യം. അത് എത്രയോ അനുഭവങ്ങൾ അത്തരത്തിൽ കാര്യങ്ങൾ സാധിച്ച ആളുകൾ വിളിച്ചറിയിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ പവറുകൾ നമ്മൾ മനസ്സിലാക്കണം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹിൻ്റെ ഇസ്മ കൊണ്ട് ചോദിച്ചോ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കാര്യങ്ങൾ റാഹത്തായി കിട്ടാൻ എത്ര തവണ ചൊല്ലണം? യാ ബസീറു എന്ന ഇസ്മ ചൊല്ലണം 1665 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ല. എന്നാൽ ആ വ്യക്തി ആഗ്രഹിച്ചതുപോലെ ജീവിതം അള്ളാഹു പരിശുദ്ധമാക്കി, സംശുദ്ധമാക്കി, അതോടൊപ്പം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമൃദ്ധി കൊണ്ട് അനുഗ്രഹിക്കും. ആ ജീവിതത്തിൽ സമൃദ്ധി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ കാര്യത്തിലും അള്ളാഹു ഉയർച്ച നൽകാനാണ്. അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇനി ആ കൂട്ടത്തിൽ പറഞ്ഞുതരാം. ഞാൻ പല ആളുകൾക്കും പരാതിയാണ് എന്ത്? സാധാരണ ദുആ സ്വീകരിക്കുന്നില്ല, ദുആക്ക് ഇജാബത്തില്ല എന്ന്. അതിനുള്ളൊരു വഴി പറഞ്ഞു തരട്ടെ, ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എന്ത്? ദുആ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മായിൽപ്പെട്ടാണ് യാ ബസീറു എന്നതും അതോടൊപ്പം യാ സമീഉ എന്നതും. സമീഅ കേൾക്കുന്നവൻ, എല്ലാം കേൾക്കുന്നവനാണ് അള്ളാഹു. അപ്പോൾ യാ സമീഉ യാ ബസീറു ഈ 2 ഇസ്മുകൾ ആരെങ്കിലും ഒരാൾ എല്ലാ ദുആഇൻ്റെ സമയത്തും എപ്പോൾ ദുആ ഇറക്കുമ്പോഴും സമീഅ ബസീർ എന്ന ഇസ്മുകൾ ചേർത്തിട്ട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ലാ യുറദ്ദു, ആ ദുആ തട്ടപ്പെടൂല എന്ന ഒരു ട്രിക്ക്, ചെറിയ ട്രിക്കാണ്. നമുക്ക് അറിയുന്ന ഇസ്മുകളാണ്. എന്ത് ചെയ്യുക? അപ്പം സമീഅയായ അള്ളാഹ്, അല്ലെ ബസീറായ അള്ളാഹ്, ഇങ്ങനെ എന്ത് ചെയ്യുക? മലയാളത്തിൽ പറയാം. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യുക? യാ സമീഉ യാ ബസീറു, അള്ളാഹു എൻ്റെ ഇന്ന കാര്യം നടത്തി തരണേ. എന്താണെങ്കിലും ദുആ ചെയ്യുമ്പോൾ ദുആ തുടങ്ങേണ്ടത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, ഹംദും സ്വലാത്തും പറഞ്ഞതിന് ശേഷം എന്ത് പറയാം?
യാ സമീഉ യാ ബസീറു, അല്ലെ സമീആയ ബസീറായ അള്ളാഹുവെ എൻ്റെ ഇന്ന കാര്യം നടത്തി തരണേ അല്ലാഹ്. ആരെങ്കിലും ഒരാൾ അങ്ങനെ ഈ 2 ഇസ്മുകൾ കൊണ്ട് തുടങ്ങിയാൽ ലാ യുറദ്ദു, ആ ദുആ തട്ടപ്പെടൂല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ ദുആക്കൊക്കെ ഇജാബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ ഒരു സംഗതി, അള്ളാഹുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാം. റബ്ബുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കി. അങ്ങനെ അടുപ്പം കിട്ടിയുള്ള ഗുണം എന്താ അറിയോ? ആരെങ്കിലും ഒരാൾ അള്ളാഹുമായിട്ട് അടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു ഇങ്ങോട്ട് കൂടുതൽ അടുക്കുമെന്നാണ്. അള്ളാഹു ഇങ്ങോട്ട് കൂടുതൽ അടുത്താനുള്ള ഗുണം എന്താ? അവൻ്റെ കേൾവിയും കാഴ്ചയും നടത്തവും ഇരുത്തവും സംസാരവും ഒക്കെ ആരായിത്തീരും? അള്ളാഹു ആയിത്തീരും. റബ്ബ് പൊരുത്തപ്പെടാത്തൊരു സംസാരം അയാളുടെ ജീവിതത്തിൽ വരൂല, നോട്ടം വരൂല, കേൾവി വരൂല. അതോടൊപ്പം തന്നെ അയാളുടെ ജീവിതത്തിൽ സങ്കടം എന്ന് പറയുന്ന സംഗതി പിന്നെ ഉണ്ടാവൂല എന്നാണ്. സങ്കടം ഉണ്ടാവില്ല. ചില ഔലിയാക്കളെയൊക്കെ കണ്ടിട്ടില്ലേ, അവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഒരു കുലുക്കം ഉണ്ടാവില്ല. എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഒരു കുലുക്കം ഉണ്ടാവില്ല. എന്തേ കാരണം? അള്ളാഹുവോട്ട് അടുത്തോണ്ടാണ്. നമുക്കും അടുക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അതിനുള്ള വഴി പറഞ്ഞു തരട്ടെ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും ആരെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട യാ ബസീറു എന്ന ഇസ്മ് 101 തവണ വീതം മുടങ്ങാതെ ചൊല്ലുന്നുണ്ടെങ്കിൽ, ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ അള്ളാഹു അവർക്ക് കൂടുതൽ അടുപ്പം നൽകുന്നതാണ്. 101 തവണ എല്ലാ വെള്ളിയാഴ്ച ദിവസവും മുടങ്ങാതെ ചൊല്ലും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ ഇസ്മ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇൻഷാ അല്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഉപകരിക്കും. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അതിൻ്റെ കൂലി കൂടെ നമുക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ദുആ വസിയത്തുകൾ ഇൻഷാ അല്ലാഹ് കമൻറ്റുകൾ അയക്കുക. അത് ചെയ്യുന്ന ആളുകൾ, കമൻറ്റ് അയക്കുന്ന ആളുകൾ മാക്സിമം നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെ കമൻറ്റ് റീപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. അള്ളാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കട്ടെ. മറ്റൊരു ദിവസത്തിൽ കണ്ടുമുട്ടാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.